ഉത്തരേന്ത്യൻ വർഗീയ അജണ്ടകൾക്ക് മുന്നിൽ കീഴടങ്ങൾ പ്രഖ്യാപിച്ച കോൺഗ്രസ്. ലീഗ് കോൺഗ്രസ് കൊടികൾ ഉപേക്ഷിച്ച പ്രചരണങ്ങൾക്കിറങ്ങാൻ UDF കീഴ്ഘടകങ്ങൾക്ക് ഔദ്യോഗിക നിർദ്ദേശം കൈമാറി. മുസ്ലിം ലീഗ് കൊടികൾ രാഹുൽ ഗാന്ധിയുടെ പ്രചരണങ്ങൾക്ക് ഉപയോഗിച്ചാൽ മൂന്നാം ഘട്ടം മുതൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ തിരിച്ചടിയാകുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. CAAയ്ക്ക് ശേഷം കൊടി വിഷയത്തിലും വിശദീകരണമില്ല സംസ്ഥാന നേതൃത്വത്തിന്. രാഹുലിന്റെ വയനാട്ടിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ബലൂണുകളുടെ ആവേശത്തിലൊതുങ്ങിയപ്പോൾ ഇനി അതുണ്ടാവില്ല എന്നാണ് പ്രവർത്തകർ കരുതിയത്. തിങ്കളാഴ്ച രാഹുൽ മണ്ഡലത്തിൽ നടത്തുന്ന റോഡ് ഷോകളിൽ ഉൾപ്പെടെ കൊടികളുമായി എത്താനിരുന്ന പ്രവർത്തകർ പുതിയ നിർദ്ദേശത്തിന്റെ ഞെട്ടലിലാണ്. ലീഗിന്റെ കൊടികൾ മാത്രം ഉപേക്ഷിക്കാനാവില്ലെന്ന 2019 നിലപാട് ലീഗ് ശക്തമാക്കിയതോടെ ഒരു കൊടിയും വേണ്ടെന്ന ഒത്തുതീർപ്പിലേക്കാണ് കോൺഗ്രസ് നീങ്ങിയത്. ലീഗ് കൊടികളുമായുള്ള പ്രചാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ വർഗീയ പ്രചാരണങ്ങൾക്ക് കാരണമാവുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി. മാധ്യമങ്ങളോട് വിശദീകരിക്കാനാവാത്ത ആ പ്രതിസന്ധി യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ കുറച്ചൊന്നുമല്ല കുഴക്കുന്നത്. ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതാ ഞങ്ങളുടെ തീരുമാനം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. റീസൺ ഒരു പതാകയും വേണ്ട എന്നുള്ളതാ. ഐക്യമുന്നണി രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയല്ല, ഞങ്ങൾ പതാക അല്ല ഞങ്ങളെ പതാക ഉപയോഗിച്ചാൽ മാധ്യമങ്ങൾ പതാക ഉപയോഗിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിക്കും. അത് കോൺഗ്രസിന്റെ പതാക ഉപയോഗിക്കില്ല, പിന്നല്ലേ മുന്നണിയിലെ ഒന്നിന്റെയും പതാക ഉപയോഗിക്കില്ല. റീസൺ പതാക വേണ്ട, ചിഹ്നം ഉപയോഗിച്ചാൽ മതി എന്നാ തീരുമാനിച്ചു. രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ വഴി കോൺഗ്രസ് സ്വീകരിക്കാത്തതിൽ കടുത്ത അമർഷം പുലർത്തുന്ന ലീഗിന് എന്നാൽ പ്രതികരിക്കാനുമാവാത്ത സാഹചര്യം. പ്രവർത്തകരോട് വിശദീകരണങ്ങൾ നൽകുന്നുണ്ടെങ്കിലും പലരും അതൃപ്തരാണ്. CAA വിഷയത്തിൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല രാഹുൽ ഗാന്ധി പോലും. പ്രകടന പത്രികയിലും ആ അക്ഷരങ്ങളില്ല. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളായി അത് നിലനിൽക്കുകയും ചെയ്യുന്നു. കടുത്ത രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഈ സമ്മർദ്ദം പ്രവർത്തകരിൽ നിന്ന് നേതാക്കളിൽ എത്തി നിൽക്കുകയാണ് UDFൽ. വരും ദിവസങ്ങളിൽ വയനാട്ടിൽ തുടങ്ങുന്ന രാഹുൽ പ്രചാരണങ്ങൾ അങ്ങനെയെങ്കിൽ തിരിച്ചടിയായി മാറുമെന്നും വിലയിരുത്തലുണ്ട് കോൺഗ്രസിൽ. 2019 സാഹചര്യമില്ലെന്നു മാത്രമല്ല, പ്രതികൂല ഘടകങ്ങളും ശക്തമായതിനാൽ കൂടുതൽ സ്ഥലങ്ങളിൽ രാഹുൽ നേരിട്ട് റോഡ് ഷോകളും മറ്റും നടത്താനാണ് കോൺഗ്രസ് തീരുമാനമെന്നിരിക്കെ വിശദീകരണങ്ങൾ നൽകാൻ അവർ നിർബന്ധിതരാവുകയും ചെയ്യും. രാഹുൽ കണ്ട സുരക്ഷിത മണ്ഡലം അങ്ങനെ കോൺഗ്രസിനെ തന്നെ കുഴപ്പത്തിലാക്കുമ്പോഴും രാഷ്ട്രീയ വിശദീകരണങ്ങളോ പ്രതിരോധമോ തീർക്കാൻ നേതാക്കൾക്കാവുന്നില്ല എന്നതാണ് കൊടി വേണ്ടെന്ന തീരുമാനത്തിലെത്തി നിൽക്കുന്നത്. അനൂപ് കയാർ, കൈരളി ന്യൂസ്, വയനാട്.